പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ, അധികമായി എന്നിൽ നിറയണമേ. ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. ആരുടെ കൂടെയാണ് നീചസംഘം കൊള്ള ചെയ്തു നടന്നത്? എ. ഗിലെയാദിൻ്റെ കൂടെ, ബി. ജെഫ്തായുടെ കൂടെ, സി. തോലയുടെ കൂടെ. ഉത്തരം ജെഫ്തായുടെ കൂടെ. ജെഫ്തായുടെ പിതാവ് ആരായിരുന്നു? എ. ജായിർ, ബി. തോല, സി. ഗിലെയാദ്. ഉത്തരം ഗിലെയാദ്. ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത്? എ. ഗിലെയാദ്, ബി. തോബ്, സി. ജോർദാൻ. ഉത്തരം തോബ്. മോവാബിൻ്റെ അതിർത്തി ഏത്? എ. ജോർദാൻ, ബി. ഹെഷ്ബോൺ, സി. അർണോൺ. ഉത്തരം അർണോൺ. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആര്? എ. ബാലാം, ബി. ബാലാക്ക്, സി. അബിമലേക്ക്. ഉത്തരം ബാലാക്ക്. അമ്മോന്യരെ കീഴടക്കിയതിന് ശേഷം ജെഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വന്നത് ആര്? എ. ജെഫ്തായുടെ ഭാര്യ, ബി. ജെഫ്തായുടെ മകൻ, സി. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ഉത്തരം ജെഫ്തായുടെ മകൾ. ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ ഒരു വർഷം എത്ര ദിവസമാണ് കരയാൻ പോകുന്നത്? എ. 4 ദിവസം, ബി. 5 ദിവസം, സി. 3 ദിവസം. ഉത്തരം 4 ദിവസം. ളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചത് ആര്? എ. ജെഫ്തായുടെ മകൾ, ബി. ഗിലെയാദിൻ്റെ മകൾ, സി. ഇസ്രായേൽ പുത്രിമാർ. ഉത്തരം ജെഫ്തായുടെ മകൾ. ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞത് ആര്? എ. അമ്മോന്യർ, ബി. എഫ്രായിംകാർ, സി. മോവാബുകാർ. ഉത്തരം എഫ്രായിംകാർ. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്ത കടവുകൾ ഏത്? എ. ജോർദാൻ്റെ കടവുകൾ, ബി. ഗലീലി കടവുകൾ, സി. ചെങ്കടലിൻ്റെ കടവുകൾ. ഉത്തരം ജോർദാൻ്റെ കടവുകൾ. ജെഫ്ത എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? എ. 5, ബി. 6, സി. 7. ഉത്തരം 6. ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? എ. അബ്ദോൻ, ബി. ഏലോൻ, സി. സാംസൺ. ഉത്തരം ഏലോൺ. ഇബ്സാന് ഏതു ദേശക്കാരനായിരുന്നു? എ. ഗിലെയാദ്, ബി. ബെത്ലഹേം, സി. സെബലൂൺ. ഉത്തരം ബെത്ലഹേം. ഹില്ലേലിൻ്റെ മകൻ ആരായിരുന്നു? എ. ഏലോൻ, ബി. ജെഫ്ത, സി. അബ്ദോൻ. ഉത്തരം അബ്ദോൻ. അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? എ. 30, ബി. 40, സി. 70. ഉത്തരം 40. ഏലോനെ സംസ്കരിച്ചത് എവിടെ?
എ അമലേക്യരുടെ മലനാട്ടിൽ, ബി ബെത്ലഹേമിൽ, സി അയ്യാലോണിൽ. ഉത്തരം അയ്യാലോണിൽ. ജോർദാൻ്റെ കടവുകളിൽ വച്ച് എത്ര എഫ്രായിംകാർ വധിക്കപ്പെട്ടു? എ 40,000, ബി 30,000, സി 40,000. ഉത്തരം 40,000. ജെഫ്ത ഗിലെയാദുകാരെ എല്ലാം ഒന്നിച്ചുകൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? എ മനാസയോട്, ബി എഫ്രായിമിനോട്, സി അമോന്യരോട്. ഉത്തരം എഫ്രായിമിനോട്. ഇബ്സാൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? എ 7 വർഷം, ബി 8 വർഷം, സി 10 വർഷം. ഉത്തരം 7 വർഷം. അബ്ദോനെ സംസ്കരിച്ചത് എവിടെയാണ്? എ പിറഥോനിൽ, ബി അയ്യാലോണിൽ, സി ബെത്ലഹേമിൽ. ഉത്തരം പിറഥോനിൽ. തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് കർത്താവ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? എ 30 വർഷത്തേക്ക്, ബി 40 വർഷത്തേക്ക്, സി 50 വർഷത്തേക്ക്. ഉത്തരം 40 വർഷത്തേക്ക്. മനോവ ഏതു ഗോത്രക്കാരൻ ആയിരുന്നു? എ മനാസെ ഗോത്രം, ബി ദാൻ ഗോത്രം, സി സെബലൂൺ ഗോത്രം. ഉത്തരം ദാൻ ഗോത്രം. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. ആര്? എ സാംസൺ, ബി ഏലോൺ, സി ജെഫ്ത. ഉത്തരം സാംസൺ. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ആരാണ്? എ കർത്താവിൻ്റെ ദൂതൻ, ബി ദൈവപുരുഷൻ, സി ദൈവദൂതൻ. ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ആര് ആരോട് പറഞ്ഞു? എ മനോവയുടെ ഭാര്യ മനോവയോട്, ബി മനോവ ഭാര്യയോട്, സി ദൈവപുരുഷൻ സ്ത്രീയോട്. ഉത്തരം മനോവ ഭാര്യയോട്. സാംസണിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? എ സോറായിൽ വെച്ച്, ബി എഷ്താവോലിൽ വെച്ച്, സി സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹാനേദിൽ വെച്ച്. ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹേനദാനിൽ വെച്ച്. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ആര്? എ ജെഫ്ത, ബി സാംസൺ, സി ഏലോൺ. ഉത്തരം സാംസൺ. ദാൻ ഗോത്രക്കാരനായ മനോവ ഏത് ദേശക്കാരനായിരുന്നു? എ സെബലൂൺ, ബി സോറ, സി അയ്യാനോൺ. ഉത്തരം സോറ. ന്യായാധിപന്മാരുടെ പുസ്തകം എത്രാമത്തെ അധ്യായത്തിലാണ് സാംസന്റെ ജനനം കാണുന്നത്? എ 12, ബി 13, സി 14. ഉത്തരം 13. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. ആരുടെ? എ സാംസന്റെ, ബി മനോവയുടെ, സി ഏലോൻ്റെ. ഉത്തരം സാംസന്റെ. സാംസൺ ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? എ മഹേനദാനിൽ വെച്ച്, ബി തിമ്നായിൽ വെച്ച്,
സി സോറായിൽ വെച്ച്. ഉത്തരം തിമ്നായിൽ വെച്ച്. സാംസൺ ഫിലിസ്ത്യ യുവതിയെ വിവാഹം കഴിച്ചത് ആരുടെ ഹിതപ്രകാരമാണ്? എ മാതാപിതാക്കന്മാരുടെ ഹിതപ്രകാരം, ബി കർത്താവിൻ്റെ ഹിതപ്രകാരം, സി ഫിലിസ്ത്യരുടെ ഹിതപ്രകാരം. ഉത്തരം കർത്താവിൻ്റെ ഹിതപ്രകാരം. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ സാംസൺ ചീന്തിക്കളഞ്ഞത് എന്തിനെയാണ്? എ കഴുതക്കുട്ടിയെ, ബി സിംഹക്കുട്ടിയെ, സി ആട്ടിൻകുട്ടിയെ. ഉത്തരം സിംഹക്കുട്ടിയെ. സാംസൺ ഫിലിസ്ത്യരോട് ചോദിച്ച കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്? എ 7 ദിവസത്തിനു ശേഷം, ബി വിരുന്നിൻ്റെ 7 ദിവസത്തിനകം, സി 7 ദിവസത്തിനകം. ഉത്തരം വിരുന്നിൻ്റെ 7 ദിവസത്തിനകം. നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുൾ അറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്ന് ഫിലിസ്ത്യർ എത്രാം ദിവസമാണ് സാംസന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടത്? എ 4-ാം ദിവസം, ബി 3-ാം ദിവസം, സി 5-ാം ദിവസം. ഉത്തരം 4-ാം ദിവസം. സാംസൺ ഏത് പട്ടണത്തിൽ ചെന്നാണ് 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? എ അഷ്കലോണിൽ ചെന്ന്, ബി തിമ്നായിൽ ചെന്ന്, സി മഹേനേദാനിൽ ചെന്ന്. ഉത്തരം അഷ്കലോണിൽ ചെന്ന്. സാംസന്റെ കടങ്കഥയ്ക്ക് ഫിലിസ്ത്യർ എത്രാം ദിവസമാണ് ഉത്തരം നൽകിയത്? എ 7-ാം ദിവസം സൂര്യാസ്തമയ സമയത്തിന് മുൻപ്, ബി 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു ശേഷം, സി 7-ാം ദിവസം സൂര്യോദയത്തിന് മുൻപ്. ഉത്തരം 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ്. കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തതിനു ശേഷം കോപാക്രാന്തനായി സാംസൺ എവിടേക്കാണ് പോയത്? എ തൻ്റെ ഭാര്യയുടെ ഭവനത്തിലേക്ക്, ബി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, സി പിതാവിൻ്റെ ഭവനത്തിലേക്ക്. ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. സാംസൺ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയതിനു ശേഷം സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി തീർന്നു? എ അവൻ്റെ മണവാള തോഴൻ്റെ, ബി മണവാള തോഴൻ്റെ, സി ഫിലിസ്ത്യ യുവാവിൻ്റെ. ഉത്തരം അവൻ്റെ മണവാള തോഴൻ്റെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന അധ്യായം ഏത്? എ 12, ബി 14, സി 13. ഉത്തരം 14. കുറേ നാൾ കഴിഞ്ഞ് സാംസൺ തൻ്റെ ഭാര്യയെ സന്ദർശിക്കാൻ ആട്ടിൻകുട്ടിയുമായി ചെന്നത് ഏത് കാലത്താണ്? എ മുന്തിരി വിളവെടുപ്പ് കാലത്ത്, ബി ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്, സി ബാർലി വിളവെടുപ്പ് കാലത്ത്. ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര പേരെ കൊന്നു? എ 100, ബി 1000, സി 10,000. ഉത്തരം 1000. ഫിലിസ്ത്യരുടെ കാലത്ത് സാംസൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായിരുന്നു? എ 20, ബി 10, സി 30. ഉത്തരം 20. ഫിലിസ്ത്യരെ കൊന്നതിനു ശേഷം സാംസൺ എല്ലെറിഞ്ഞ് കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്താണ്? എ റാമാത്ത് ലേഹി, ബി എഷ്കലോൺ, സി സേറ. ഉത്തരം റാമാത്ത് ലേഹി. കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ഇത് പറഞ്ഞത് ആര്?
എ ഫിലിസ്തീയർ, ബി സാംസൺ, സി യൂദായിലെ ജനങ്ങൾ. ഉത്തരം സാംസൺ. ഫിലിസ്തീയർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ആക്രമിച്ച പട്ടണം ഏത്? എ സേറാ പട്ടണം, ബി ലേഹി പട്ടണം, സി മഹനേദാൻ പട്ടണം. ഉത്തരം ലേഹി പട്ടണം. സാംസൺ ഏത് പട്ടണപ്പടിപ്പുരയുടെ വാതിലാണ് കട്ടിളക്കാലോടു കൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയത്? എ സോറേ പട്ടണത്തിൻ്റെ, ബി ഗാസ പട്ടണത്തിൻ്റെ, സി ലേഹി പട്ടണത്തിൻ്റെ. ഉത്തരം ഗാസ പട്ടണത്തിൻ്റെ. സോറേക്ക് താഴ്വരയിൽ വച്ച് സാംസൺ സ്നേഹിച്ച സ്ത്രീ ആരാണ്? എ ഗാസായിലെ യുവതി, ബി ദലീല, സി ഫിലിസ്തീയ യുവതി. ഉത്തരം ദലീല. റാമാത്ത് ലേഹി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? എ താടിയെല്ലിൻ്റെ മല, ബി അപേക്ഷിക്കുന്നവൻ്റെ ഉറവ, സി ജീവൻ്റെ ഉറവ. ഉത്തരം താടിയെല്ലിൻ്റെ മല. എൻ ഹാക്കോർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? എ അപേക്ഷിക്കുന്നവൻ്റെ ഉറവ, ബി താടിയെല്ലിൻ്റെ മല, സി ജീവൻ്റെ ഉറവ. ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. കാരാഗൃഹത്തിൽ ആക്കിയ സാംസന് ഫിലിസ്തീയർ നൽകിയ ജോലി എന്ത്? എ മാവ് പൊടിക്കുന്ന ജോലി, ബി വിറക് കീറുന്ന ജോലി, സി വെള്ളം കോരുന്ന ജോലി. ഉത്തരം മാവ് പൊടിക്കുന്ന ജോലി. കർത്താവ് സാംസനെ വിട്ടുപോയത് എപ്പോൾ ആണ്? എ തലയിലെ 7 മുടി ചുരുളുകളും ക്ഷൗരം ചെയ്തു കഴിഞ്ഞപ്പോൾ, ബി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചപ്പോൾ, സി 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്ത് കഴിഞ്ഞപ്പോൾ. ഉത്തരം തലയിലെ 7 മുടി ചുരുളുകളും ക്ഷൗരം ചെയ്തു കഴിഞ്ഞപ്പോൾ. ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ ദേവൻ ആരാണ്? എ അഷേര, ബി ദാഗോൺ, സി ബാൽ. ഉത്തരം ദാഗോൺ. കെട്ടിടത്തിനുള്ളിൽ സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നവർ എത്ര പേരാണ്? എ 3000 സ്ത്രീ പുരുഷന്മാർ, ബി മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ, സി ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. ഉത്തരം മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. എവിടെയാണ് സാംസനെ സംസ്കരിച്ചത്? എ സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ, ബി സോറായ്ക്കും എസ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ, സി ഫിലിസ്തീയരുടെ മലനാട്ടിൽ. ഉത്തരം സോറായ്ക്കും എസ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. ന്യായാധിപന്മാരുടെ പുസ്തകം എത്രാമത്തെ അധ്യായത്തിലാണ് സാംസന്റെ മരണത്തെക്കുറിച്ച് കാണുന്നത്? എ 16, ബി 17, സി 18. ഉത്തരം 16. മിക്കായുടെ ദേശം ഏതായിരുന്നു? എ ഗിലെയാദ്, ബി യൂദായിലെ ബെത്ലഹേം, സി എഫ്രായിം മലനാട്. ഉത്തരം എഫ്രായിം മലനാട്. അമ്മയുടെ പക്കൽ നിന്ന് 1100 വെള്ളി നാണയങ്ങൾ കൈവശപ്പെടുത്തി വെച്ചത് ആരാണ്? എ സാംസൺ, ബി മിക്ക, സി ജഫ്ത. ഉത്തരം മിക്ക. അവൻ ഒരു ഏഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. ആര്? എ മിക്ക, ബി സാംസൺ, സി ഏലോൺ. ഉത്തരം
മിക്ക. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അവകാശമായി ലഭിച്ചിട്ടില്ലാത്ത ഗോത്രം ഏതായിരുന്നു? എ. എഫ്രായിം ഗോത്രക്കാർ, ബി. മനാസെ ഗോത്രക്കാർ, സി. ദാൻ ഗോത്രക്കാർ. ഉത്തരം ദാൻ ഗോത്രക്കാർ. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കുന്നതിന് എത്ര പേരെയാണ് അയച്ചത്? എ. 4 പേരെ, ബി. 5 പേരെ, സി. 7 പേരെ. ഉത്തരം 5 പേരെ. ദേശം ഒറ്റുനോക്കാൻ പോയ ദാൻ ഗോത്രക്കാർ ആരുടെ വീട്ടിലെത്തിയാണ് താമസിച്ചത്? എ. എഫ്രായിമിൽ മിക്കായുടെ വീട്ടിൽ, ബി. മനോവയുടെ വീട്ടിൽ, സി. ഏലോൻ്റെ വീട്ടിൽ. ഉത്തരം എഫ്രായിമിൽ മിക്കായുടെ വീട്ടിൽ. ദേശം ഒറ്റുനോക്കാൻ പോയ ദാൻ ഗോത്രക്കാർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? എ. മിക്കായുടെ, ബി. യുവലേവ്യൻ്റെ, സി. മിക്കായുടെ മകൻ്റെ. ഉത്തരം യുവലേവ്യൻ്റെ. ദേശം ഒറ്റുനോക്കാൻ വന്ന ദാൻ ഗോത്രക്കാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെയാണ്? എ. സോറായിൽ, ബി. ലായിഷിൽ, സി. എഷ്താവോലിൽ. ഉത്തരം ലായിഷിൽ. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട് പാളയമടിച്ചത് എവിടെയാണ്? എ. ഏത്താം പാറക്കെട്ടിൽ, ബി. ലേഹി പട്ടണത്തിൽ, സി. യൂദായിലെ കിരിയാത്ത് ഏയാറിൽ. ഉത്തരം യൂദായിലെ കിരിയാത്ത് ഏയാറിൽ. മഹനേദാൻ കിരിയാത്ത് ഏയാറിന് ഏതു വശത്താണ്? എ. കിഴക്ക്, ബി. പടിഞ്ഞാറ്, സി. വടക്ക്. ഉത്തരം പടിഞ്ഞാറ്. മഹനേദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? എ. ദാനിൻ്റെ പാളയം, ബി. ഇസ്രയേലിൻ്റെ പാളയം, സി. ലേവ്യരുടെ പാളയം. ഉത്തരം ദാനിൻ്റെ പാളയം. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ഏത് ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു? എ. ദാൻ ഗോത്രത്തിൻ്റെ, ബി. എഫ്രായിം ഗോത്രത്തിൻ്റെ, സി. മനാസെ ഗോത്രത്തിൻ്റെ. ഉത്തരം ദാൻ ഗോത്രത്തിൻ്റെ. ലായിഷ് എവിടെയായിരുന്നു? എ. ബത്ത്രേഹോബിൽ, ബി. ബത്ത്രേഹോബിലുള്ള താഴ്വരയിൽ, സി. സീദോനിൽ. ഉത്തരം ബത്ത്രേഹോബിലുള്ള താഴ്വരയിൽ. ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം ആരുണ്ടാക്കിയ കൊത്തുവിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരുന്നത്? എ. മിക്ക, ബി. ലേവ്യ പുരോഹിതൻ, സി. ദാൻകാർ. ഉത്തരം മിക്ക. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണം ഏത്? എ. ഗിലെയാദ്, ബി. ഏലോൺ, സി. ഗിബെയ. ഉത്തരം ഗിബെയ. ന്യായാധിപന്മാരുടെ പുസ്തകം എത്രാമത്തെ അധ്യായത്തിലാണ് ഗിബെയക്കാരുടെ മ്ലേച്ഛത കാണുന്നത്? എ. 17, ബി. 19, സി. 16. ഉത്തരം 19. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് യൂദായിലെ ബെത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചത് ആര്? എ. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചിരുന്ന ഒരു ലേവ്യൻ, ബി. ഒരു ലേവ്യൻ, സി. എഫ്രൈം മലനാട്ടിലെ ഒരു ലേവ്യൻ. ഉത്തരം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ. എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചിരുന്ന ലേവ്യൻ്റെ ഉപനാരി അവനോട് പിണങ്ങി യൂദായിലെ ബെത്ലഹേമിൽ ഉള്ള തൻ്റെ പിതാവിൻ്റെ
ഭവനത്തിലേക്ക് തിരികെ പോയി എത്ര നാൾ അവിടെ താമസിച്ചു? എ 4 മാസം, ബി ഏകദേശം 4 മാസം, സി ഏകദേശം 3 മാസം. ഉത്തരം ഏകദേശം 4 മാസം. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ദൈവത്തോട് ആരാഞ്ഞപ്പോൾ കർത്താവ് ആര് ആദ്യം പോകട്ടെ എന്നാണ് പറഞ്ഞത്? എ ദാൻ, ബി യൂദ, സി ലേവ്യർ. ഉത്തരം യൂദ. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു? എ 3 ലക്ഷം, ബി 4 ലക്ഷം, സി 5 ലക്ഷം. ഉത്തരം 4 ലക്ഷം. ലേവ്യൻ തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് എത്ര കഷ്ണങ്ങൾ ആക്കിയാണ് ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചത്? എ 12, ബി 11, സി 13. ഉത്തരം 12. ദാൻ മുതൽ ബേർഷേവ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. അവർ ഏകമനസ്സോടെ എവിടെയാണ് കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത്? എ യൂദായിൽ, ബി ഗിബെയായിൽ, സി മിസ്പായിൽ. ഉത്തരം മിസ്പായിൽ. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ ഒത്തുചേർന്ന സ്ഥലം ഏത്? എ ഗിബെയ, ബി മിസ്പ, സി ബേർഷെവ. ഉത്തരം ഗിബെയ. ഗിബെയ നിവാസികളിൽ വാളെടുക്കാൻ പോന്ന എത്ര ബെഞ്ചമിൻ ഗോത്രക്കാർ ഉണ്ടായിരുന്നു? എ 27,000, ബി 26,000, സി 25,000. ഉത്തരം 26,000. ബെഞ്ചമിൻ ഗോത്രക്കാർ ആദ്യത്തെ ദിവസം ഗിബെയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത്? എ 20,000, ബി 18,000, സി 20,000. ഉത്തരം 20,000. ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസം എത്ര ഇസ്രായേൽക്കാരെയാണ് വധിച്ചത്? എ ഖഡ്ഗധാരികളായ 18,000 പേരെ, ബി 18,000 പേരെ, സി ആയുധധാരികളായ 18,000 പേരെ. ഉത്തരം ഖഡ്ഗധാരികളായ 18,000 പേരെ. ബെഞ്ചമിൻ ഗോത്രക്കാരും ആയുള്ള യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കൾ എല്ലാം ചേർന്ന് എവിടെ വന്നാണ് കരഞ്ഞത്? എ ബേഥേലിൽ, ബി മിസ്പായിൽ, സി ഗിബെയായിൽ. ഉത്തരം ബേഥേലിൽ. ബെഞ്ചമിൻ ഗോത്രക്കാരുമായി ഇസ്രായേൽ ജനം യുദ്ധം ചെയ്ത നാളുകളിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു? എ ബേഥേലിൽ, ബി ബേർഷെബായിൽ, സി ഗിബെയായിൽ. ഉത്തരം ബേഥേലിൽ. ബെഞ്ചമിൻ ഗോത്രക്കാരുമായി ഇസ്രായേൽ ജനം യുദ്ധം നടത്തിയ നാളുകളിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആരാണ്? എ ലേവ്യൻ, ബി ഫിനെഹാസ്, സി അഹറോൻ. ഉത്തരം ഫിനെഹാസ്. ഫിനെഹാസിൻ്റെ പിതാവ് ആരായിരുന്നു? എ അഹ്റോൻ, ബി എലയാസർ, സി നൂൻ. ഉത്തരം എലയാസർ. അഹ്റോൻ്റെ പുത്രൻ ആരായിരുന്നു? എ എലയാസർ, ബി ഫിനെഹാസ്, സി ജോനാഥൻ. ഉത്തരം എലയാസർ. ബെഞ്ചമിൻ ഗോത്രക്കാരും ആയുള്ള യുദ്ധത്തിൻ്റെ മൂന്നാം ദിവസം ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട അണിനിരന്നത് എവിടെയാണ്? എ ബാൽതാമാറിൽ, ബി ഗിബെയായിൽ, സി മിസ്പായിൽ. ഉത്തരം ബാൽതാമാറിൽ.
ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ എന്തുയർത്തണം എന്നാണ് തമ്മിൽ പറഞ്ഞിരുന്നത്? എ. പുകപടലം, ബി. ഒരു വലിയ പുകപടലം, സി. ഒരു വലിയ കൊടി. ഉത്തരം ഒരു വലിയ പുകപടലം. ഇസ്രായേൽക്കാർ മിസ്ബായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് എന്തായിരുന്നു? എ. നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. ബി. ബെഞ്ചമിൻ ഗോത്രക്കാരുമായി ഇനി യുദ്ധം ചെയ്യുകയില്ല. സി. നമ്മിൽ ആരും പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും സ്വീകരിക്കുകയില്ല. ഉത്തരം നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു? എ. 400, ബി. 500, സി. 100. ഉത്തരം 400. യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത കന്യകമാരെ എവിടേക്ക് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്? എ. കാനാൻ ദേശത്തേക്ക്, ബി. ഷീലോയിലേക്ക്, സി. കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്. ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്. യുദ്ധത്തിൽ രക്ഷപ്പെട്ട ബെഞ്ചമിൻ ഗോത്രക്കാർ ഒളിച്ചു താമസിച്ചത് എവിടെയാണ്? എ. ബേഥേലിൽ, ബി. റിമ്മോൻ പാറയിൽ, സി. മരുഭൂമിയിൽ. ഉത്തരം റിമ്മോൻ പാറയിൽ. ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയിലൂടെ കിഴക്കും ലെബനോനേക്കു തെക്കും ഉള്ള ഷീലോയിൽ വർഷം തോറും ആഘോഷിക്കാറുള്ളത് എന്താണ്? എ. കർത്താവിൻ്റെ ഉത്സവം, ബി. കൂടാര തിരുനാൾ, സി. വിളവെടുപ്പ് ഉത്സവം. ഉത്തരം കർത്താവിൻ്റെ ഉത്സവം. ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലത്ത് ഓരോരുത്തരും ചെയ്തിരുന്നത് എന്താണ്? എ. കർത്താവിൻ്റെ ഇഷ്ടം, ബി. തനിക്കു യുക്തം എന്നു തോന്നിയത്, സി. കർത്താവ് നൽകിയ നിയമങ്ങൾ. ഉത്തരം തനിക്ക് യുക്തം എന്ന് തോന്നിയത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? എ. 21, ബി. 19, സി. 20. ഉത്തരം 21. ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് എന്ന് ശീർഷകം കാണുന്ന അധ്യായം ഏത്? എ. 16, ബി. 21, സി. 15. ഉത്തരം 21. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? എ. ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്, ബി. ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു, സി. ഗിബെയക്കാരുടെ മ്ലേച്ഛത. ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. ശങ്കയില്ലാത്തവരും ശാന്തരും ആയി ജീവിച്ചിരുന്ന ജനങ്ങൾ ഏതായിരുന്നു? എ. സീദോനിലെ ജനങ്ങൾ, ബി. ലായിഷിലെ ജനങ്ങൾ, സി. സോറായിലെ ജനങ്ങൾ. ഉത്തരം ലായിഷിലെ ജനങ്ങൾ. മോശയുടെ പുത്രൻ ആരായിരുന്നു? എ. ഗർഷോം, ബി. ജോനാഥൻ, സി. ഏലയാസർ. ഉത്തരം ഗർഷോം.